When I first opened color page in DaVinci Resolve, I was completely confused. എന്താ ഇവിടെ നടക്കുന്നത്? So this is tutorial I wish I had when I started. ആദ്യം നിങ്ങളുടെ എഡിറ്റർ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുക. താഴെയുള്ള കളർ പേജ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. സിമ്പിൾ. ഇൻ്റർഫേസ് ഒന്ന് മനസ്സിലാക്കാം. മുകളിലായി ചില ടാബ്സ് കാണും. ഇവ എനേബിളും ഡിസേബിളും ചെയ്യാം. ക്ലിപ്സ് ടാബ്. ഇതുപയോഗിച്ച് നിങ്ങൾക്ക് ഷോർട്സ് തമ്മിൽ വേഗം മാറാം. ടൈം ലൈൻ ടാബ്. ഇത് എനേബിൾ ചെയ്താൽ ക്ലിപ്സ് നേരിട്ട് സെലക്ട് ചെയ്യാം. ഇതാണ് വ്യൂവർ വിൻഡോ. ഇവിടെ വീഡിയോ പ്ലേ ചെയ്യാം, പോസ്റ്റ് ചെയ്യാം. ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മൾ ഇവിടെ കളർ ഗ്രേഡ് ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് വേണമെങ്കിൽ ഓഡിയോ മ്യൂട്ട് ചെയ്യാം. ഇനി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ സ്കോപ്സ് ഉപയോഗിച്ച് വീഡിയോയുടെ ബ്രൈറ്റ്നസ്, എക്സ്പോഷർ എല്ലാം മനസ്സിലാക്കാം. ഇത് വേവ് ഫോം സ്കോപ്പ്. താഴെ ഭാഗം ഷാഡോ, ഡാർക്ക് ഏരിയാസ്. മുകളിൽ ഹൈലൈറ്റ്സ്, ബ്രൈറ്റ് ഏരിയാസ്. വേവ് ഫോം നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കും വീഡിയോ ഡാർക്കാണോ, ബ്രൈറ്റ് ആണോ, അതോ ബാലൻസ്ഡ് ആണോ എന്ന്. റിയൽ ലൈഫിൽ പ്യുവർ ബ്ലാക്ക് അല്ലെങ്കിൽ പ്യുവർ വൈറ്റ് ഇല്ല. അതുകൊണ്ട് ഗ്രേഡ് ചെയ്യുമ്പോൾ എക്സ്ട്രീം അവോയ്ഡ് ചെയ്യണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രൈമറി വീൽസ്. ലിഫ്റ്റ്, ഗാമ, ഗെയിൻ. ഗിഫ്റ്റ് ഷാഡോ കൺട്രോൾ ചെയ്യുന്നു, ഗാമ മിഡ് ടോൺ അഡ്ജസ്റ്റ് ചെയ്യുന്നു, ഗെയിൻ ഹൈലൈറ്റ്സ് കൺട്രോൾ ചെയ്യുന്നു. ലിഫ്റ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ ഡാർക്ക് ഏരിയ ചേഞ്ച് ആകും, ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്താൽ ഹൈലൈറ്റ്സ് ചേഞ്ച് ആകും. ശ്രദ്ധിക്കുക, ഹൈലൈറ്റ്സ് ടോപ്പ് ലൈനിൽ ടച്ച് ചെയ്യരുത്. ഗാമ ഉപയോഗിച്ച് ബാലൻസ് കറക്റ്റ് ചെയ്യാം. ഇനി ഓഫ്സെറ്റ് വീൽ. ഇത് മുഴുവൻ ഇമേജിനെ ഒരുമിച്ച് കൺട്രോൾ ചെയ്യും. ബ്രൈറ്റ് ആക്കാനും ഡാർക്ക് ആക്കാനും ഉപയോഗിക്കാം. സ്കോപ്സ് നോക്കിയാൽ ഫുൾ ഗ്രാഫ് മൂവ് ചെയ്യുന്നത് കാണാം. സെൻട്രൽ പോയിന്റ് ഡ്രാഗ് ചെയ്താൽ ഓവറോൾ കളർ ടോൺ ചേഞ്ച് ചെയ്യാം. റീസെറ്റ് ചെയ്യാൻ സർക്കുലർ ആരോ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നോട്ട്സ് നോക്കാം. നിങ്ങൾ ചെയ്യുന്ന എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഒരു നോഡിൽ സേവ് ആയിരിക്കും. ബിഫോർ ആഫ്റ്റർ കാണാൻ നോഡ് നമ്പറിൽ ക്ലിക്ക് ചെയ്താൽ ഡീആക്റ്റീവ് ആവും, വീണ്ടും ക്ലിക്ക് ചെയ്താൽ ആക്റ്റീവ് ആവും. പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്യാൻ റൈറ്റ് ക്ലിക്ക്, ആഡ് നോഡ്, സീരിയൽ നോഡ്. ഇപ്പോൾ ന്യൂ നോഡിൽ സാച്ചുറേഷൻ ഇൻക്രീസ് ചെയ്യാം, ഇമേജ് കൂടുതൽ കൺട്രോൾ ആവും. ഇൻഡിവിജ്വൽ നോഡ് റീസെറ്റ് ചെയ്യാം. റീസെറ്റ് ചെയ്യാൻ റൈറ്റ് ക്ലിക്ക്, റീസെറ്റ് നോഡ്. നോഡിൻ്റെ പൊസിഷൻ മാറ്റർ അല്ല, പക്ഷേ ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കണം. ഡിസ്കണക്റ്റഡ് നോഡ്, നോ എഫക്റ്റ്. നോഡ് റീനെയിം ചെയ്യുന്നത് നല്ല ഹാബിറ്റാണ്. ഇനി ചില പവർഫുൾ ടൂൾ നോക്കാം. ടെമ്പറേച്ചർ, വാം ആൻഡ് കൂൾ ലുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ടിൻറ്റ്, ഗ്രീൻ ആൻഡ് മജന്ത ബാലൻസ് ചെയ്യാം. ഇനി അടുത്ത പ്രോ ടിപ്സ്. ഇമേജ് വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ഏരിയ കണ്ടെത്തുക. ഐ ഡ്രോപ്പ് ടൂൾ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക് കറക്ഷൻ കിട്ടും. ഇനി അടുത്തത് കർവ്സ്, ഹ്യൂ വേഴ്സസ് ഹ്യൂ. സ്പെസിഫിക് കളർ മാറ്റാൻ ഇത് യൂസ് ചെയ്യാം. കളർ സെലക്ട് ചെയ്യുക, പോയിന്റ് വരും, അത് ഡ്രാഗ് ചെയ്താൽ ഹ്യൂ മാറ്റാം. എക്സാമ്പിൾ ബ്ലൂ സ്കൈ, ടീൽ ടോൺ. അതർ കർവ്സ്, ഹ്യൂ വേഴ്സസ് സാച്ചുറേഷൻ, ഹ്യൂ വേഴ്സസ് ലുമിനൻസ്. ബ്ലർ പോലുള്ള എഫക്ട്സ് നോഡിലേക്ക് ഡ്രാഗ് ചെയ്യാം. ഇൻസ്പെക്ടറിൽ സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യാം. പവർ വിൻഡോസ്, സ്പെസിഫിക് ഏരിയ മാത്രം ഗ്രേഡ് ചെയ്യാൻ ഷേപ്പ് യൂസ് ചെയ്യാം. ഇവയെക്കുറിച്ച് നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. കളർ പേജിൽ ഇനി കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ ഇപ്പോൾ ബേസിക് മാത്രമേ പറയുന്നുള്ളൂ. സോ ഇനി അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.